കേരളത്തെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി വ്യാജ വാർത്തകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നതിൽ പോലീസിനും അമ്പരപ്പ്. പ്രതിയുടെ ഉമ്മ ഷെമി പറഞ്ഞിട്ടാണ് അഫാൻ സ്വന്തം അനുജനെ പോലും കൊന്നത് എന്നും ഷെമിയെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിലുമാണ് ചില ഓൺലൈൻ മീഡിയകളിൽ വാർത്തകൾ വന്നത്. ഇത് തികച്ചും തെറ്റാണ്. ഇതോടൊപ്പം അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുവെന്നും റഹീം പോലീസ് സ്റ്റേഷനിലെത്തി അഫാനെ കണ്ടെന്നും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ വാർത്ത തെറ്റാണ് എന്ന് വെഞ്ഞാറമൂട് സിഐ അനൂപ് കൃഷ്ണ വ്യക്തമാക്കിയിട്ടുണ്ട്. അഫാനെയും പിതാവ് റഹീമിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാൻ പോലീസ് ശ്രമം നടത്തിയിരുന്നു. എന്നാൽ റഹീമിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് പോലീസ് ഈ നീക്കം ഉപേക്ഷിച്ചത് എന്നാണ് മനസ്സിലാവുന്നത്. കൊലപാതകിയായ മകനെ നേരിട്ട് കാണേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലാണ് റഹീം. തന്നെയും മകനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തുവെന്ന വാർത്തകൾ പ്രചരിപ്പിച്ചതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് റഹീം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു സോഴ്സുമില്ലാത്ത വാർത്തകൾ ഓൺലൈൻ മീഡിയകളിൽ പ്രചരിക്കുന്നത് എന്നാണ് അന്വേഷണ സംഘത്തിലുള്ള പോലീസുകാർ പോലും ചോദിക്കുന്നത്. അതേസമയം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടന്നിട്ട് ഒരു മാസം പിന്നിടുന്നു. ഫെബ്രുവരി 24-നാണ് അഫാൻ എന്ന 23-കാരൻ തുടർച്ചയായി 5 പേരെ കൊലപ്പെടുത്തുകയും സ്വന്തം മാതാവിനെ ക്രൂരമായി മർദ്ദിച്ച് മൃതപ്രായയാക്കുകയും ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത്. കേസിൽ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. പാങ്ങോട് 91 വയസ്സുകാരിയായ സ്വന്തം വല്യമ്മയെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി സ്വർണ്ണാഭരണം കവർന്ന കേസിലായിരിക്കും പോലീസ് ആദ്യം കുറ്റപത്രം സമർപ്പിക്കുക. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ചാൽ ആദ്യ കേസിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നാണ് വിവരം. ബാക്കി കേസുകളിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ച് വേഗത്തിൽ വിചാരണ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിനിടെ ജയിലിൽ കഴിയുന്ന പ്രതി അഫാൻ മാതാപിതാക്കളെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. താൻ ചെയ്തത് തെറ്റാണ് എന്നും പാപമാണ് എന്നും ജയിൽ ഉദ്യോഗസ്ഥരോട് അഫാൻ പറഞ്ഞതായാണ് വിവരം. അഫാൻ ജയിലിൽ നല്ല നടപ്പാണ് എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ ജയിലിൽ പ്രത്യേക നിരീക്ഷണത്തിലാണ് അഫാൻ. നിലവിൽ അഫാൻ ആത്മഹത്യാ പ്രവണത കാണിക്കുന്നില്ല. ജയിലിലെ UT ബ്ലോക്കിൽ കർശന നിരീക്ഷണത്തിലാണ് അഫാൻ. അവസാനഘട്ട തെളിവെടുപ്പിനും ചോദ്യം ചെയ്യലിനു ശേഷം ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രതിയെ ജയിലിലെത്തിച്ചത്. അതേസമയം അഫാന്റെയും ഉമ്മയുടെയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയാണ് വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് പിന്നിലെന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയായിരുന്നു അഫാനും ഉമ്മയും. മകന്റെയും ഭാര്യയുടെയും സാമ്പത്തിക ബാധ്യതയെക്കുറിച്ച് പിതാവ് റഹീമിന് അറിയില്ലായിരുന്നു. കോവിഡിന് ശേഷം സാമ്പത്തിക പ്രയാസത്തിലായ പിതാവ് റഹീം വിദേശത്തു നിന്ന് പണം അയക്കുന്നത് കുറഞ്ഞു. പക്ഷേ അഫാനും ഉമ്മ ഷെമിയും സാമ്പത്തിക അച്ചടക്കമില്ലാത്ത ജീവിതം തുടർന്നു. കടം വാങ്ങിക്കൂട്ടി. കടം നികത്താൻ ബന്ധുക്കളെ ഉൾപ്പെടെ ചേർത്ത് ചിട്ടി നടത്തി. എന്നാൽ ചിട്ടി കിട്ടിയവർക്കും പണം കൊടുക്കാനായില്ല. നേരത്തെ കടം വാങ്ങിയ പണവും ചിട്ടിപ്പണവും കിട്ടാതെ വന്നതോടെ ബന്ധുക്കളുമായി വഴക്കിട്ടു. 35 ലക്ഷത്തിലധികം ബാധ്യത വന്നു. ഇതിനിടെയും ബാങ്ക് വായ്പയെടുത്ത് അഫാൻ 2.5 ലക്ഷം രൂപ വില വരുന്ന ബൈക്കും വാങ്ങി. കൊലപാതക ദിവസം കടം വാങ്ങിയവരിൽ ചിലർ ഉച്ചയ്ക്ക് വീട്ടിൽ വരുമെന്ന് അറിയിച്ചിരുന്നു. 1/2 ലക്ഷം രൂപയോളം അന്ന് തിരിച്ചു കൊടുക്കേണ്ടിയിരുന്നു. അനിയൻ അഫ്സാനെ രാവിലെ സ്കൂളിൽ അയച്ച ശേഷം അന്ന് അഫാൻ തന്റെ പെൺസുഹൃത്ത് ഫർസാനയിൽ നിന്ന് 200 രൂപ കടം വാങ്ങി 100 രൂപയ്ക്ക് ബൈക്കിൽ പെട്രോൾ അടിച്ച് ഉമ്മയോടൊപ്പം കിളിമാനൂർ തട്ടത്തുമലയിലെ ബന്ധുവീട്ടിൽ പോയി പണം കടം ചോദിച്ചുവെങ്കിലും കിട്ടിയില്ല. തിരിച്ചു വരുമ്പോൾ ബാക്കി 100 രൂപ ഉപയോഗിച്ച് ഉമ്മയോടൊപ്പം ആഹാരം കഴിച്ചു. കടം പെരുകി വീട്ടുചെലവിന് പോലും വകയില്ലാതായിരുന്നു. ഈ സാഹചര്യത്തിൽ ബന്ധുക്കളും കൈവിട്ടതായി ഇരുവർക്കും തോന്നി. എല്ലാവരും ചേർന്ന് ആത്മഹത്യ ചെയ്യാമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നതിനാൽ കടക്കാർ പണം ചോദിച്ച് എത്തുന്നതിനു മുൻപ് കൊല ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് അഫാൻ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും കേസിൽ എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. അവസാന കാലഘട്ടത്തിലെ സാമ്പത്തികമായി ഒരു നിവൃത്തിയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് അമ്മയും മകനും എത്തിയെന്നാണ് മനസ്സിലാകുന്നത്. കടബാധ്യത കൊണ്ടാണ് കൊലപാതകം നടത്തിയതെന്നുള്ളത് ലോജിക്കായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ലെങ്കിലും അതിലേക്കാണ് പ്രതിയുടെ ഇതുവരെയുള്ള കുറ്റബോധങ്ങളും കുറ്റസമ്മതങ്ങളും. അതുകൊണ്ട് കടബാധ്യതയുടെ കാര്യം ഏറ്റവും അവസാന ദിവസത്തെ അമ്മയെ അടിച്ച് പരിക്കേൽപ്പിക്കുന്നതിന് മുമ്പും അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലുന്നതിന് തലേ ദിവസം ആ പെൺകുട്ടി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ 200 രൂപ ഇയാൾ ഗൂഗിൾ പേ ഉപയോഗിച്ച് വരുത്തി അതിൻ്റെ അത് 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടാണ് കൊലപാതകത്തിന് പോയത്.
100 രൂപ കൊണ്ട് ഉമ്മയായിട്ട് പോയി ആഹാരം വാങ്ങിച്ച് കഴിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഒരു പൈസ പോലും കയ്യിലുണ്ടായിരുന്നില്ല. അവസാനം 200 രൂപ ലഭിച്ചത് ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കാരുണ്യം കൊണ്ടാണ്. അവളുടെ കയ്യിൽ നക്കാപ്പിച്ച പൈസ മാത്രമേ കാണുള്ളൂ. അതിൽ നിന്ന് 200 രൂപ അടിച്ചെടുത്തു ഇവൻ. ആ പണം കൊണ്ടാണ് കൊല്ലാൻ പോകാനുള്ള പെട്രോള് 2 വീലറിൽ ഒഴിച്ചത്. പിന്നെ അമ്മയും മകനോടെ ആഹാരവും കഴിച്ചു എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പം ചെറിയ കുറ്റബോധത്തിൻ്റെ സഞ്ചാരത്തിലാണ് അയാളെന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇയാളെ ജയിലിലെ പ്രത്യേക ഒരു ബ്ലോക്കിലാണ്, UT ബ്ലോക്കിലാണ് ഇയാളെ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എപ്പോഴും അയാളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇയാൾ എന്താ ചെയ്യുന്നതെന്ന് ജയിൽ അധികൃതർ എപ്പോഴും നിരീക്ഷിക്കണം. കാരണം ഏതു വിധത്തിലും ഇയാൾ ഒരു സൂയിസൈഡിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 5 കൊലപാതകത്തിന് ഒരു വിശദീകരണം കൊടുക്കാൻ കോടതി കൊടുക്കാൻ ഇയാൾക്ക് കഴിയില്ല. 5 പേരുടെ കൊലപാതകത്തിന് തീർച്ചയായിട്ടും ശിക്ഷ ഉറപ്പാണ്. അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോകാം. അതേപ്പറ്റിയൊന്നും വലിയ ബോധം ആ കുട്ടിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അജ്ഞതയാണ്. കൂടുതൽ കാര്യങ്ങൾ അജ്ഞത കൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതുവരെയുള്ള പോലീസിൻ്റെ അന്വേഷണത്തിൽ നിന്ന് പല അഭിപ്രായങ്ങളും വെളിയിൽ വന്നെങ്കിലും സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ഒരു പൈസ അവസ്ഥ കൊണ്ടും തങ്ങളെ ശിക്ഷിക്കാൻ തയ്യാറായ ബന്ധുക്കളെയും തങ്ങളെ മോശമായി ചിത്രീകരിച്ചതും അധിക്ഷേപിച്ചതുമായ ആൾക്കാരെ തന്നെയാണ് കൊന്നതെന്നാണ് അഫാൻ്റെ വാദം. അതുപോലെ തന്നെ പണം ചോദിച്ചിട്ട് തന്നില്ല, മാല ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ടാണ് വല്യമ്മയെ കൊന്നത്. തങ്ങളെ അധിക്ഷേപിച്ച ആളാണ് അപ്പൻ്റെ ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും, അതുകൊണ്ട് അയാളെ കൊന്നു എന്ന് പറയുന്നു. പിന്നെ അങ്ങനെയാണെങ്കിൽ തൻ്റെ ഒപ്പം നിന്ന അമ്മയെ എന്തിനാണ് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്? അതിന് ഒരു വിശദീകരണം മകന് തരാൻ കഴിയില്ല. എല്ലാവരും കൂടെ ചത്ത് ഇവനോടെ ചാകാനാണ് ഉദ്ദേശിച്ചെങ്കിൽ ഇയാൾ ചാകാൻ തയ്യാറായില്ല എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. അയാൾ എലിവിഷം അല്പം കഴിച്ച് പോയെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് പോലീസിൽ പോയി കീഴടങ്ങിയത്. ഇവരെല്ലാം കൊന്നിട്ട് തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ പോലീസിൽ പോയി കീഴടങ്ങിയത്. എന്തായാലും ഏകദേശം 45-50 ദിവസം ആകാൻ പോകുന്നു. 60 ദിവസത്തിനകം കല്ലറ ബാങ്കോട്ടിലെ ചാർജ് ഷീറ്റ് കൊടുക്കും. പിന്നീട് പോലീസിന് മറ്റ് 2 കേസിനകത്തും ഒരു 90 ദിവസത്തിനകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ സാധിച്ചേക്കും. ഫോറൻസിക്കിൻ്റെ ചില റെക്കോർഡുകൾ, ചില റിപ്പോർട്ടുകൾ പോലീസിനെത്തിയാൽ ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. ഇൻ ആൻറ്റിസിപ്പേഷൻ ആ റിപ്പോർട്ട് കിട്ടാനായിട്ട് താമസം എടുക്കുന്നെങ്കിൽ പോലീസിന് കുറ്റച്ചാർജ് കൊടുക്കുന്നതിന് തടസ്സമില്ല. പിന്നീട് ആ റെക്കോർഡ് കോടതിയിൽ ഹാജരാക്കിയാലും മതി.